ഭൂരിപക്ഷം കിട്ടി അതിന്റെയൊക്കെ ഒരു പ്രശ്നമാണ് രാഹുലിന്. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കേഴ്സ്? നിങ്ങളും ഇതിനെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അറിയാതായിരിക്കും പിന്നെ. അല്ല, വ്യാപകമായ പ്രചരണമാണ് താങ്കൾക്കെതിരെ നടത്തുന്നത്. അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹീനമായ ക്യാമ്പയിനുകൾ ഉൾപ്പെടെ അതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് താങ്കൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടതല്ലേ? ഇത്തരം ഞാൻ ചോദിക്കുന്ന മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ നമ്മൾ എന്തിനു അഡ്രസ് ചെയ്യണം? എന്തിനു അഡ്രസ് ചെയ്യുന്നത്? അവരെ നമ്മൾ അല്ല, പല ആളുകളെ പറ്റി പറയുന്നു. നമ്മളെന്തിനാ അതിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നത്? ഇത് ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? ആർക്കെതിരെയും പറഞ്ഞു. രാഹുൽ മാത്രമല്ല, മറ്റൊരു സ്ത്രീ കൂടി അതിന്റെ ഭാഗമാണ്. ഒരു മാധ്യമപ്രവർത്തക സ്ത്രീ കൂടി ഇതിലേക്ക് വലിച്ചിറക്കി. അങ്ങനെ പലരുടെ പേരിങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്ന, അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടോ? അവർ നിയമപരമായി പോകട്ടെ, അതല്ലേ അതിൻ്റെ മാന്യത. അതല്ലാതെ മുഖമില്ലാതെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്. അപ്പം വയനാട് കഴിഞ്ഞോ? അതിന് മുന്നേ ഉള്ള വ്യാജ തിരിച്ചറിയൽ കാർഡ് കഴിഞ്ഞോ? ഇങ്ങനെ ഓരോ മാസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നു. വലിയ ഭൂരിപക്ഷം കിട്ടി അതിന്റെയൊക്കെ ഒരു പ്രശ്നമാണ് രാഹുലിന്. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കേഴ്സ്? നിങ്ങളും ഇതിനെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത്തരം അധമമായ മുഖമില്ലാത്ത ആളുകളെ നിങ്ങൾ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. വ്യക്തിപരമായിട്ട് രാഹുലിന് വലിയ ഉണ്ടാവില്ല. എന്ത് കുഴപ്പമാണുള്ളത്? എത്ര കാലമായി ഇവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നു? ഇത് മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഹൂ കേഴ്സ്? ഞാൻ ചോദിക്കുന്നതാണ്, ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെപ്പറ്റി എന്തും പറയാം. നാളെ നിങ്ങളെപ്പറ്റിയും പറയാം, ആരെപ്പറ്റിയും ആർക്കും പറയാം. ഹൂ കേഴ്സ്?